ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 6ാം ദിവസത്തിലാണ് നമുക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി ദൈവത്തോട് അടുപ്പിക്കാനുള്ള ഈ പ്രയത്നത്തെ അമ്മ കാണണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ധ്യാനിക്കുന്നത് കുരിശിന്റെ ചുവട്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മേനെയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് 19ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് കാണുക. യോഹന്നാന്റെ സുവിശേഷം 19ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. പടയാളികൾ ഇപ്രകാരം ചെയ്തു. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ ചുവട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുമ്പോൾ സഹനത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുക. തന്റെ ഏകപുത്രൻ കുരിശിൽ പെടഞ്ഞു മരിക്കാൻ സമയമാകുമ്പോൾ മുറിവുകളിൽ ആവൃതമാകുന്ന പുത്രന്റെ ശരീരത്തിന്റെ വേദനയോടും എല്ലാവരും തള്ളിപ്പറയുന്ന ഏകനാകെ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുൻപിൽ കൂട്ടായി നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മേനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകള്, തള്ളിപ്പറയപ്പെട്ട നിമിഷങ്ങള്, നമ്മുടെ ജീവിതത്തിൽ ദൈവകത്തിന് വേണ്ടിയുള്ള യാത്രകളിൽ പലപ്പോഴും ദൈവകം നമ്മുടെ ജീവിതത്തോട് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഭാരപ്പെട്ടു പോകും, പറ്റാതെ പോകും, സങ്കടം ഉണ്ടാകും. എന്നാലേ പരിശുദ്ധ അമ്മ അവിടെയെല്ലാം നമ്മുടെ ഒപ്പം വരും. എന്നിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുകയാണ്. ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നിട്ട് പരിശുദ്ധ അമ്മ വലിയ ധൈര്യം കാണിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഒരമ്മയ്ക്കും താങ്ങാനാവാത്ത വലിയൊരു വേദനയുടെ മുൻപിൽ ധൈര്യം, വിശ്വാസം ഒക്കെ, അതുപോലെ തന്നെ ഒരു വലിയ എൻഡുറൻസസ് നമുക്ക് കാണാനായിട്ട് പറ്റും പരിശുദ്ധ അമ്മയുടെ. പരിശുദ്ധ അമ്മ അവിടെ ആയിരിക്കുന്നത്, വിശ്വസ്തയോടെ നിൽക്കുന്നത് അവളുടെ ജീവിതത്തിലെ വലിയ സഹനങ്ങളുടെ കൃപയാണ്. അവളുടെ ജീവിതത്തിലെ പുത്രൻ നഷ്ടപ്പെടുന്ന വേദനകളുടെ മുൻപിൽ അമ്മ നിന്ന് കുരിശിന്റെ വീട്ടിൽ നിന്നെങ്കിൽ നമുക്ക് ഈ മുൻകൃതി പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ മാതാവേ, കുരിശിന്റെ ചുവട്ടിൽ ഒത്തിരി വേദനയോടെ നിന്നിട്ടുള്ള എന്റെ അമ്മ, എന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വലിയ കുരിശുകളുണ്ട്. ആ കുരിശ് ഞാൻ അമ്മയുടെ പാത്തിങ്കിൽ കാഴ്ചവെക്കുകയാണ്. എനിക്ക് അമ്മയെ പോലെ ധൈര്യപൂർവ്വം ഇതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ, ഇതിന്റെ ഒപ്പം നടക്കാനുള്ള വലിയ കൃപ അമ്മേ മാതാവേ, അമ്മ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ.